ഡിസ്കസ് ചെയ്യുന്നത് 12th മാത്സിൻ്റെ 3rd ചാപ്റ്ററായ മെട്രിസസ് എന്ന് പറയുന്ന ചാപ്റ്ററിലെ ചോദിച്ചിട്ടുള്ള പ്രീവിയസ് ഇയേഴ്സ് ക്വസ്റ്റ്യൻസ് ആണ്. മെയിനായിട്ട് മാർച്ച് 2025 ചോദിച്ചിട്ടുള്ള ഈ ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്യുന്നത്. അതിൽ ഫസ്റ്റ് ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് ഇഫ് എ ഈസ് എ സ്ക്വയർ മെട്രിക്സ്, എ ഒരു സ്ക്വയർ മെട്രിക്സ് ആണ്. അതിൽ നമുക്ക് എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ എന്ന് തന്നിട്ടുണ്ട്. അങ്ങനെയാണെങ്കിൽ ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a ഇതിന്റെ വാല്യൂ എന്താണെന്നാണ് നമ്മളോട് ചോദിച്ചിരിക്കുന്നത്. അപ്പൊ ആദ്യം നമുക്ക് ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് എന്താന്നുള്ളത് നമുക്കൊന്ന് എക്സ്പാൻഡ് ചെയ്തിട്ട് നോക്കാം. നമുക്ക് എ പ്ലസ് ബി ദ ഹോൾ ക്യൂബ് എന്താണെന്ന് അറിയാം അല്ലെ. അതുപോലെ നമുക്ക് ഇതും എക്സ്പാൻഡ് ചെയ്യാം. അപ്പൊ ഐ ക്യൂബ് പ്ലസ് 3i സ്ക്വയർ എ പ്ലസ് 3ia സ്ക്വയർ പ്ലസ് എ ക്യൂബ്. നമ്മൾ എ പ്ലസ് ബി ഹോൾ ക്യൂബ് പോലെ എക്സ്പാൻഡ് ചെയ്തു. ഐ ക്യൂബ് എന്ന് പറയുന്നത് എന്താ? ഐ ഒരു ഐഡന്റിറ്റി മെട്രിക്സ് ആണ് അല്ലേ. അപ്പൊ ഐ ക്യൂബ് എന്ന് പറയുന്നത് ഐ തന്നെയാണ്. പ്ലസ് 3i സ്ക്വയർ, ഐ സ്ക്വയർ എന്ന് പറയുന്നത് ഐ ആണ്. 3i ഇൻറ്റു എ എന്ന് പറയുമ്പോൾ 3a തന്നെ വരും. 3a പ്ലസ് 3ia സ്ക്വയർ എന്ന് പറയുമ്പോൾ 3a സ്ക്വയർ ആണ് പ്ലസ് എ ക്യൂബ്. ഇനി ഇതിൽ നമുക്കൊരു കണ്ടീഷൻ തന്നിട്ടുണ്ടായിരുന്നു അല്ലേ, എ സ്ക്വയർ ഇസ് ഈക്വൽ ടു എ ആണ്. ഇതിൽ നമുക്ക് എ ക്യൂബും ഉണ്ട്. അപ്പൊ എ ക്യൂബ് എന്താന്ന് നോക്കാം. എ ക്യൂബിന് നമുക്ക് എങ്ങനെ എഴുതാം? എ ക്യൂബിന് നമുക്ക് എ സ്ക്വയർ ഇൻറ്റു എ എന്ന് പറഞ്ഞിട്ട് എഴുതാലോ അല്ലേ. ഇനി എ സ്ക്വയർ എന്ന് പറയുന്നത് എന്താണ്? എ ആണ്. അപ്പൊ എ സ്ക്വയർ ആണ് നമ്മൾ എ എഴുതി. എ ഇൻറ്റു എ ഇൻറ്റു എ എന്ന് പറയുന്നത് എന്താണ്? എ സ്ക്വയർ. എ സ്ക്വയർ വീണ്ടും എന്ത് തന്നെയാണ്? എ ആണ്. അപ്പൊ നമുക്ക് എ ക്യൂബ് ഇസ് ഈക്വൽ ടു എന്ത് കിട്ടി? എ തന്നെയാണെന്ന് കിട്ടി. ഇനി ഇതൊക്കെ നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. അപ്പോൾ ഐ പ്ലസ് 3a പ്ലസ് 3a സ്ക്വയർ, എ സ്ക്വയർ എന്ത് തന്നെയാണ്? എ തന്നെയാണ്. അപ്പോൾ ഇവിടെ 3a പ്ലസ് എ ക്യൂബ് എന്താണ്? എ തന്നെയാണ്. ദാറ്റ്സ് ഇസ് ഈക്വൽ ടു ഐ പ്ലസ് ഇവിടെ എന്തുണ്ട്? 3a പ്ലസ് 3a പ്ലസ് എ. അപ്പോൾ ടോട്ടൽ 7a. അപ്പോൾ നമ്മുടെ ലെഫ്റ്റ് സൈഡ് എന്തായിരുന്നു? ഐ പ്ലസ് എ the whole cube is equal to i plus 7a. ഈ 7a നമുക്ക് ലെഫ്റ്റ് സൈഡിലേക്ക് കൊണ്ടുവരാം അല്ലേ. അപ്പം i plus a the whole cube minus 7a is equal to റൈറ്റ് സൈഡിൽ എന്താണത്? i. ഇതല്ലേ നമുക്ക് അവിടെ പ്രൂവ് ചെയ്യാൻ വേണ്ടിയിട്ട് അവർ നമ്മളോട് ചോദിച്ചിട്ടുണ്ടായിരുന്നത്. നോക്കിയേ, ഐ പ്ലസ് എ ദ ഹോൾ ക്യൂബ് മൈനസ് 7a ഈക്വൽ ടു എന്താണെന്ന്. എന്ത് കിട്ടി നമുക്ക്? ഈക്വൽ ടു ഐഡന്റിറ്റി മെട്രിക്സ് ഐ എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ. സെക്കൻഡ് ക്വസ്റ്റ്യനിലേക്ക് പോകാം. ഫൈൻഡ് എക്സ് ആൻഡ് വൈ ഇഫ് 2 ഇൻറ്റു മെട്രിക്സ് 1 3 0 എക്സ് പ്ലസ് എക്സ് പ്ലസ് വൈ 0 1 2 ഇസ് ഈക്വൽ ടു 8 6 1 8. അപ്പം നമുക്ക് ഇങ്ങനെ തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ചില എലമെന്റ്സ് നമുക്ക് എക്സും എക്സ് പ്ലസ് വൈ ഒക്കെ ആയിട്ട് തന്നിരിക്കണേ. അപ്പോൾ അതിൽ എക്സിൻ്റെയും വൈയുടെയും വാല്യൂസ് കണ്ടുപിടിക്കാനാണ് നമ്മളോട് പറഞ്ഞിരിക്കുന്നത്. അപ്പോൾ ആദ്യം നമുക്ക് ഇതിനെ എങ്ങനെ എഴുതാം? 2 ഇൻറ്റു ഈ ഒരു മെട്രിക്സ് ആണ് അല്ലേ. അപ്പോൾ നമ്മുടെ സ്കെയിലാർ മൾട്ടിപ്ലിക്കേഷൻ. അപ്പോൾ നമുക്കിത് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 2 ഇൻറ്റു 1 2, 2 ഇൻറ്റു 3 6, 2 ഇൻറ്റു 0 0, 2 ഇൻറ്റു എക്സ് 2x പ്ലസ് ഈ മെട്രിക്സ് നമുക്ക് അതുപോലെ തന്നെ എഴുതാം. എക്സ് പ്ലസ് വൈ 0 1 2 ഇസ് ഈക്വൽ ടു 8 6 1 8. ഇത് നമ്മൾ എന്ത് ചെയ്യണം? നമുക്ക് ഇവിടെ ഇത് ആഡ് ചെയ്യണം. ആഡ് ചെയ്യുമ്പോൾ നമുക്ക് ആവശ്യമുള്ളത് നമ്മൾ മാത്രം ഇപ്പോൾ എഴുതിയാൽ മതി. ഇപ്പം നമുക്കിവിടെ എക്സിൻ്റെയും എക്സ് പ്ലസ് വൈൻ്റെയും വാല്യൂ അല്ലെ, എക്സിൻ്റെയും വൈയുടെയും വാല്യൂസാണ് വേണ്ടത്. അപ്പം ഇവിടെ ഇത് നോക്കിയേ, 2 നമ്മുടെ ഇവിടുത്തെ തേർഡ് എലമെന്റ് 2x പ്ലസ് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ കിടക്കുന്നത് എന്താണ്? 2 ആണ്. 2 ഇസ് ഈക്വൽ ടു അതിന് കറസ്പോണ്ടിങ് ആയിട്ട് ഇവിടെ എന്താ കിടക്കുന്നത്? 8. അപ്പൊ 2x പ്ലസ് 2 ഇസ് ഈക്വൽ ടു 8. അപ്പൊ ഇതിൽ നമുക്ക് എക്സിന്റെ വാല്യൂ നമുക്ക് കിട്ടൂലോ. നമുക്ക് എന്ത് എഴുതാം? 2x പ്ലസ് 2, 2x ഇസ് ഈക്വൽ ടു 8 പ്ലസ് 2 അങ്ങോട്ട് പോകുമ്പോൾ -2. അതായത് 2x ഇസ് ഈക്വൽ ടു 6, x ഇസ് ഈക്വൽ ടു 6. ഈ 2 ഇവിടെ വരുമ്പോൾ ഡിവൈഡഡ് ബൈ 2. അപ്പോൾ 6/2 ഈക്വൽ ടു 3. അപ്പം എക്സിന്റെ വാല്യൂ 3 കിട്ടി. ഇനി അടുത്ത് നോക്കി, ഇവിടെ നമ്മുടെ ഫസ്റ്റ് എലമെന്റ് എക്സ് പ്ലസ് വൈയിൽ കിടക്കുന്നുണ്ട് അല്ലേ. അപ്പോൾ ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 2. അപ്പോൾ 2 പിന്നെ പ്ലസ് ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് എക്സ് പ്ലസ് വൈ ഇസ് ഈക്വൽ ടു ഇവിടുത്തെ ഫസ്റ്റ് എലമെന്റ് 8.
നമുക്ക് ആവശ്യമുള്ള ആ 2 എലമെന്റ് മാത്രമേ നമ്മൾ എടുത്തിട്ടുള്ളൂ. ഇനി ഇവിടെ നമുക്ക് എക്സിന്റെ വാല്യൂ ഓൾറെഡി കിട്ടി അല്ലേ, അതെന്തായിരുന്നു 3. അത് നമുക്ക് ഇവിടെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം 8. ഇനി നമുക്ക് ഇവിടെ എന്ത് കിട്ടും? 2 + 3 എന്ന് പറയുന്നത് 5. അപ്പോൾ 5 + y = 8. അപ്പോൾ y = 8. 5 ഇങ്ങോട്ട് വരുമ്പോൾ -5. അപ്പോൾ 8 - 5 = 3 എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് എക്സിന്റെ വാല്യൂവും വൈയുടെ വാല്യൂ എന്ത് കിട്ടി? 3 ആണെന്ന് കിട്ടി. അപ്പൊ ഇതിൽ ബാക്കിയുള്ള എലമെന്റ്സ് ഉണ്ട് കണ്ടോ, 6 + 0 = 6, അതുപോലെ 0 + 1 = 1. അപ്പൊ നമുക്കത് ആവശ്യം ഉണ്ടായിരുന്നില്ല, നമുക്കിവിടെ എക്സും വൈയും ആണ് വേണ്ടിയിരുന്നത്. അപ്പൊ ആദ്യം നമ്മൾ ഈ 2x എടുക്കാൻ കാരണം അതിൽ നമുക്ക് എക്സ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. അപ്പൊ അതിൽ നമ്മൾ എക്സ് കണ്ടുപിടിച്ചിട്ട് മറ്റേതിൽ നമ്മൾ എക്സിന്റെ സ്ഥാനത്ത് വാല്യൂ കൊടുത്തപ്പോൾ നമുക്ക് വൈയുടെ വാല്യൂസും നമുക്ക് കിട്ടി. അപ്പൊ ഇതേപോലെയുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് ചോദിക്കാം. ഇനി നമുക്ക് തേർഡ് ക്വസ്റ്റ്യൻ നോക്കാം. x + a = 3, 1, - 1, 2 as the sum of symmetric and skew symmetric matrix. എല്ലാ ക്വസ്റ്റ്യൻ പേപ്പറിലും ചോദിക്കാവുന്ന ഒരു ഷുവർ ക്വസ്റ്റ്യൻ ആണിത്. ഏതെങ്കിലും ഒരു മെട്രിക്സ് തന്നിട്ട് നമുക്കതിനെ ഒരു സിമെട്രിക്കിൻ്റെയും സ്ക്യൂ സിമെട്രിക് മെട്രിക്സിൻ്റെയും ഒരു സം ആയിട്ട് എഴുതാൻ പറ്റുമോ എന്നുള്ളത്. ഇത് അത്രയും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ ഇതിൽ നമ്മൾ എങ്ങനെ ചെയ്യണം? നമുക്ക് ചെയ്യേണ്ടത് a = P + Q, ആ ഒരു രീതിയിലാണ് നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത്. ഇതിൽ P എന്ന് പറയുന്നത് എന്താണ്? സിമെട്രിക് മെട്രിക്സ് ആയിരിക്കണം. Q ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ്. Pനെ നമുക്ക് എങ്ങനെ എഴുതാം? ½ × a + a ട്രാൻസ്പോസ്. അതുപോലെ Q എന്ന് പറയുന്നത് ½ × 1/2 × a - a ട്രാൻസ്പോസ്. ഇങ്ങനെയാണ് പിയും ക്യൂവും നമ്മൾ എക്സ്പ്രസ് ചെയ്യേണ്ടത്. അപ്പം ആദ്യം നമുക്ക് ഈ പിയും ക്യൂവും കണ്ടുപിടിക്കാം. അതിനുവേണ്ടി നമുക്ക് എന്ത് വേണം? എ ട്രാൻസ്പോസ് വേണം അല്ലേ. എ ട്രാൻസ്പോസ് എന്ന് പറയുന്നത് നമ്മൾ അതിൻ്റെ റോസും കോളംസും ഇന്റർചേഞ്ച് ചെയ്യാം. അപ്പം എയുടെ ഫസ്റ്റ് റോ എന്തായിരുന്നു? 3, 1. അത് നമ്മൾ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി. പിന്നെ സെക്കൻഡ് റോ -1, 2 നമ്മൾ അതിനെ സെക്കൻഡ് കോളം ആയിട്ട് എഴുതി. ഇതാണ് നമ്മുടെ ട്രാൻസ്പോസ് എന്ന് പറയുന്നത്. ഇനി എന്ത് ചെയ്യണം? ഇത് നമുക്ക് രണ്ടും കൂടി ആഡ് ചെയ്യാം. അപ്പോൾ a + a ട്രാൻസ്പോസ്. അപ്പോൾ ആഡ് ചെയ്യാനും സബ്ട്രാക്ട് ചെയ്യാനും നമ്മൾ കറസ്പോണ്ടിങ് എലമെന്റ്സുകൾ തമ്മിൽ ചെയ്താൽ മതി. അപ്പോൾ ഇവിടെ നമ്മൾ ആഡ് ചെയ്യണം. അപ്പോൾ ഇവിടെ 3 + 3 6, അതുപോലെ 1 - 1 0, -1 + 1 0, 2 + 2 4. അങ്ങനെയാണ് നമുക്ക് a + a ട്രാൻസ്പോസ് എന്താണെന്ന് കിട്ടി. ഇനി എന്ത് കണ്ടുപിടിക്കണം? 1/2 × a + a ട്രാൻസ്പോസ് അല്ലേ. ഇതിനെല്ലാത്തിനും നമുക്ക് 1/2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യുക, അല്ലെങ്കിൽ ഓരോ എലമെന്റിനെയും 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ 6നെ 2 കൊണ്ട് ഡിവൈഡ് ചെയ്യുമ്പോൾ 3, 0 ഡിവൈഡ് ചെയ്യുമ്പോൾ 0 തന്നെയാണ്. പിന്നെ 4നെ ഡിവൈഡ് ചെയ്യുമ്പോൾ 2. അപ്പോൾ നമ്മുടെ P എന്ന് പറയുന്നത് നമുക്ക് എന്തായിട്ട് കിട്ടി? 3002 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ P. ഈ P ഒരു സിമെട്രിക് ആണെന്നും കൂടി പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പോൾ നമുക്ക് ഇതിന്റെ ട്രാൻസ്പോസ് ഒന്ന് എഴുതി നോക്കാം. അപ്പോൾ P ട്രാൻസ്പോസ് = ഫസ്റ്റ് റോ എന്താണ്? 30, അതിന് ഞാൻ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി. സെക്കൻഡ് റോ എന്താണ്? 02, അതിനെ സെക്കൻഡ് കോളായിട്ട് എഴുതി. നോക്കിയേ, ഇത് തന്നെയല്ലേ നമ്മുടെ P എന്ന് പറയുന്നത്. അപ്പോൾ P ട്രാൻസ്പോസ് ചെയ്തപ്പോൾ നമുക്ക് P തന്നെയാണ് കിട്ടിയത്. അപ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? P ഈസ് എ സിമെട്രിക് മെട്രിക്സ്. P ഒരു സിമെട്രിക് മെട്രിക്സ് ആണ് നമുക്ക് കിട്ടി. ഇനി നമുക്ക് എന്ത് പ്രൂവ് ചെയ്യണം? ഈ P പോലെ തന്നെ നമുക്ക് ക്യൂവും പ്രൂവ് ചെയ്യണം അല്ലേ. അപ്പൊ നമുക്ക് ക്യൂ എഴുതാം. ക്യൂവിന് വേണ്ടിയിട്ട് Q എന്ന് പറയുന്നത് എന്താണ്? ½ × 1/2 × a - a ട്രാൻസ്പോസ്. അപ്പൊ ആദ്യം നമുക്ക് a - a ട്രാൻസ്പോസ് നമുക്ക് കണ്ടുപിടിക്കാം. a - a ട്രാൻസ്പോസ്. അതിന് വേണ്ടിയിട്ട് കറസ്പോണ്ടിങ് എലമെന്റുകൾ നമുക്ക് മൈനസ് ചെയ്യാം. ഇവിടെ 3 - 3 0, 1 - -1, അപ്പോൾ 1 + 1 2. ഇനി -1 - 1, അപ്പോൾ -2. പിന്നെ 2 - 2 0. ഇനി നമുക്ക് ഇതിനെ ½ കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം, അല്ലെങ്കിൽ എന്താണ് 2 കൊണ്ട് ഡിവൈഡ് ചെയ്യാം. അപ്പോൾ ½ × a - a ട്രാൻസ്പോസ്. അപ്പോൾ 0 എന്ന് പറയുമ്പോൾ 0 തന്നെയാണ്. 2 / 2 1, -2 / 2 -1. ലാസ്റ്റ് എലമെന്റ് പിന്നെ 0 തന്നെയാണ്. അപ്പോൾ നമുക്ക് Q എന്ത് കിട്ടി? 0 1 -1 0 എന്ന് കിട്ടി. ഇതാണ് നമ്മുടെ എന്ത് Q എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലെ Q ട്രാൻസ്പോസ് ഒന്ന് കണ്ടുപിടിച്ച് നോക്കാം. Q ട്രാൻസ്പോസ് കാണുമ്പോൾ ഫസ്റ്റ് റോ 0 1നെ ഫസ്റ്റ് കോളം ആയിട്ട് എഴുതി, -1 0നെ
സെക്കൻഡ് കോളം ആയിട്ട് എഴുതി. ഇപ്പൊ നോക്കിയേ, നമുക്കൊരു മൈനസിന്റെ വ്യത്യാസം അവിടെ വരുന്നുണ്ട് അല്ലേ. ഇതിവിടെ -1 ആയിരുന്നു, ഇത് -1, ഇത് -1 ആയിരുന്നു, ഇപ്പൊ നമുക്കിവിടെ +1 കിട്ടി. ക്യൂ ട്രാൻസ്പോസ് എന്ന് പറഞ്ഞാൽ നമുക്ക് -q എന്ന് കിട്ടി. അതുകൊണ്ട് ക്യൂ എന്താണ്? ക്യൂ ഒരു സ്ക്യൂ സിമെട്രിക് മെട്രിക്സ് ആണ്. ഇനി നമുക്ക് പ്രൂവ് ചെയ്യേണ്ടത് ഇത് രണ്ടും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ, പിയും ക്യൂവും കൂടി ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എ കിട്ടും. പിയും ക്യൂവും കൂടി നമുക്ക് ആഡ് ചെയ്ത് നോക്കാം. അപ്പോൾ P + Q = പി നമ്മുടെ എന്താണ്? 3 0 0 2 അല്ലേ. ക്യൂ എന്ന് പറയുന്നത് 0 1 -1 0. കറസ്പോണ്ടിങ് എലമെന്റ് ആഡ് ചെയ്യാം. 3യും 0യും, അപ്പൊ 3, 0യും 1ഉം, അപ്പൊ 1. ഇനി 0യും -1ഉം, അപ്പൊ -1. 2ഉം 0യും, അപ്പൊ 2. അപ്പൊ നമുക്ക് എന്ത് കിട്ടി? 3 1 -1 2 എന്ന് കിട്ടി. നമ്മുടെ എ നോക്കിയേ, എയും അത് തന്നെയല്ലേ, 3 1 -1 2. അപ്പൊ ഇവിടെ നമുക്ക് കിട്ടിയ P + Q എന്ന് പറയുന്നത് എന്ത് തന്നെയാണ്? എ തന്നെയാണ് നമുക്ക് കിട്ടിയത്. അപ്പൊ എനെ നമുക്ക് എങ്ങനെ എഴുതാൻ പറ്റി? P + Q എന്നുള്ള ഫോമില് എഴുതാനായിട്ട് പറ്റി. അതിൽ P എന്ന് പറയുന്നത് സിമെട്രിക് ആണ്, നമ്മൾ പ്രൂവ് ചെയ്തു. Q എന്ന് പറയുന്നത് സ്ക്യൂ സിമെട്രിക് ആണെന്നും നമ്മളിവിടെ പ്രൂവ് ചെയ്തു. അപ്പൊ പ്രത്യേകം ശ്രദ്ധിക്കണം, ഇതൊരു ഷുവർ ക്വസ്റ്റ്യൻ ആണ്. ക്വസ്റ്റ്യനിലേക്ക് പോകാം. 4ാമത്തെ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത് നമ്മുടെ 3ാമത്തെ ക്വസ്റ്റ്യന്റെ ബാക്കി തന്നെയാണ്. അതിൽ തന്നിരിക്കുന്ന മെട്രിക്സ് എ ആണ് ഇവിടെ 3 1 -1 2. ആ മെട്രിക്സ് A² - 5A + 7I = 0 സാറ്റിസ്ഫൈ ചെയ്യുന്നു എന്ന് പ്രൂവ് ചെയ്യണം. അപ്പം ആദ്യം നമുക്ക് A² എന്താണെന്ന് അതിൽ കണ്ടുപിടിക്കാം. അപ്പം A² എന്ന് പറയുന്നത് എന്താണ്? A × A ആണ്. A × A. അപ്പം നമുക്ക് ഈ A 2 പ്രാവശ്യം എഴുതാം. 3 1 -1 2 മൾട്ടിപ്ലൈഡ് വിത്ത് 3 1 -1 2. ഇനി നമ്മൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇതിനെ നമുക്ക് മൾട്ടിപ്ലൈ ചെയ്യണം. അപ്പോൾ മൾട്ടിപ്ലിക്കേഷൻ എങ്ങനെ ചെയ്യാം? ഫസ്റ്റ് മെട്രിക്സിന്റെ ഫസ്റ്റ് റോയും സെക്കൻഡ് മെട്രിക്സിന്റെ ഫസ്റ്റ് കോളം, അങ്ങനെയാണ് നമ്മൾ ചെയ്തു തുടങ്ങേണ്ടത്. അപ്പോൾ ഇവിടെ ഫസ്റ്റ് റോ 3 1ഉം ഇവിടെ ഫസ്റ്റ് കോളം എന്ന് പറയുന്നത് 3 -1 ആണ്. അപ്പോൾ 3 × 3 9 പ്ലസ് 1 × -1 -1. ഇത് ഫസ്റ്റ് എലമെന്റ്. ഇനി ഫസ്റ്റ് റോ സെക്കൻഡ് കോളം, അപ്പോൾ 3 × 1 3, 1 × 2 2, അപ്പോൾ +2. നമ്മുടെ ഫസ്റ്റ് റോ കഴിഞ്ഞു. ഇനി നമുക്ക് സെക്കൻഡ് റോ എടുക്കാം. വീണ്ടും ഫസ്റ്റ് കോളം വെച്ചിട്ട് ചെയ്യാം. അപ്പോൾ -1 × 3 -3, 2 × -1 -2. ഇനി സെക്കൻഡ് റോ സെക്കൻഡ് കോളം, -1 × 1 -1, 2 × 2 4. ഇനി ഇതില് 9 -1 എത്ര വരിക? 8. 3 + 2 5, -3 -2 -5, -1 + 4 3. ഇതാണ് നമ്മുടെ A² എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിലേക്ക് എന്ത് വേണം? 5A വേണം അല്ലേ. 5A എന്ന് പറയുന്നത് നമ്മുടെ സ്കേലാർ മൾട്ടിപ്ലിക്കേഷനാ. നമ്മുടെ A എന്ന് പറയുന്ന മെട്രിക്സിനെ 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പോൾ 5 3s are 15, 5 1s are 5. ഓരോ എലമെന്റിനെയും 5 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. -1 × 5 -5, 2 × 5 10. ഇതാണ് 5A എന്ന് പറയുന്നത്. പിന്നെ 7I നമുക്കറിയാം. I എന്ന് പറയുന്നത് ഐഡന്റിറ്റി മെട്രിക്സ് ആണ്. അപ്പൊ അതിലെ 7 0 0 7 ഇതായിരിക്കും നമ്മുടെ 7I എന്ന് പറയുന്നത്. ഇനി ഇതെല്ലാം നമുക്ക് പറഞ്ഞ പോലെ ചെയ്യാം. A² - 5A + 7I. A² നമുക്ക് കിട്ടിയിരിക്കുന്നത് 8 5 -5 3 ആണ്. -5A എന്താ കിട്ടിയിരിക്കുന്നത്? 15 5 -5 10. ഇനി +7I ആഡ് ചെയ്യാം. +7 0 0 7. നമുക്കിത് മൂന്നും കൂടി നമുക്ക് ചെയ്യാം. അപ്പൊ കറസ്പോണ്ടിങ് എലമെന്റ് നമുക്ക് ഇതുപോലെ ആഡ് ചെയ്ത് സബ്ട്രാക്ട് ചെയ്ത് പോവാം. ഇവിടെ 8 - 15, അപ്പൊ എത്ര വരും? -7. -7 + 7, അപ്പൊ 0. കറസ്പോണ്ടിങ് എലമെന്റ് നമ്മളിങ്ങനെ ചെയ്താൽ മതി. ഇനി 5 - 5 0 + 0, അപ്പൊ അതും 0 കിട്ടി. ഇനി -5 -5, അപ്പൊ എന്ത് വരും? -5 + 5 വരും. അപ്പൊ അത് 0, പിന്നെ +0. ഇനി ലാസ്റ്റ് എലമെന്റ് 3 - 10, അപ്പൊ -7. -7 + 7 0. അപ്പൊ നമുക്ക് എന്ത് കിട്ടി?
ഒരു സീറോ മെട്രിക്സ് കിട്ടി. ഇത് തന്നെയാണ് എന്ത് നമ്മൾ സീറോ എന്ന് പറയുന്നത്. ഇവിടെ ഉദ്ദേശിച്ച സീറോ എന്താണ്? സീറോ മെട്രിക്സ് ആണ്. അപ്പൊ നമ്മളിത് ചെയ്തപ്പോൾ നമുക്ക് എന്ത് കിട്ടി? സീറോ മെട്രിക്സ് കിട്ടി. അപ്പോൾ ഈ ഒരു ടൈപ്പ് ക്വസ്റ്റ്യനും ഇമ്പോർട്ടൻ്റ് ആണ്. ഇതേപോലെ ഇങ്ങനെ നമുക്ക് എ സ്ക്വയർ അല്ലെങ്കിൽ എ ക്യൂബ് +5 അങ്ങനെയൊക്കെ പറഞ്ഞിട്ട് ഈ ഒരു മോഡൽ വരുന്നതും നമുക്ക് കോമൺ ആയിട്ട് നമുക്ക് ക്വസ്റ്റ്യൻ പേപ്പറിൽ കാണാനായിട്ട് സാധിക്കുന്ന ക്വസ്റ്റ്യൻസ് ആണ്. അപ്പം മാർച്ച് 2025 ക്വസ്റ്റ്യൻസ് ആണ്, ഈ ഒരു ചാപ്റ്ററിൽ നിന്നുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തത്. അടുത്ത വീഡിയോയിൽ അടുത്തൊരു വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറുമായിട്ട് നമുക്ക് കാണാം. താങ്ക്